ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാഗതം ചെയ്യും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. ما بعد. ഏറ്റവും ബഹുമാനം ആദരം നിറഞ്ഞ സാദാത്യങ്ങൾ, വന്നരായ ശൈഖുന പേരോട് ഉസ്താദ്, അഹമ്മദ് ഉസ്താദ്, മറ്റുള്ള ഉസ്താദുമാർ, പ്രിയപ്പെട്ട സംഘടനാ നേതാക്കൾ, മുതഅല്ലിമീങ്ങൾ, പ്രവർത്തകന്മാർ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ദർസുകളും സ്ഥാപനങ്ങളും ഇല്ലാത്ത സ്ഥലത്തിൽ ഒരു സ്ഥാപനം ആവശ്യമെന്ന് അറിഞ്ഞപ്പോൾ വന്നരായ അബ്ദുൽ നാസിർ ഹാജി പള്ളങ്കോട്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, മഹാനായ ശൈഖുന പേരോട് ഉസ്താദുകളോട് പറഞ്ഞു, ഞാൻ ഒരക്കര സ്ഥലം ഇവിടെയാണെങ്കിൽ തരുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഹദിയ ചെയ്താണ്. പിന്നീട് വീണ്ടും 10 സെന്റ് അദ്ദേഹം കൂട്ടിത്തന്നു. വലിയ മനസ്സാണ്. അല്ലാഹു ആ മനസ്സ് പോലെ തന്നെ സ്വർഗ്ഗവും അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അത് ജാരിയായ സ്വതഖയിൽ അല്ലാഹു കൊടുത്തുമാറാകട്ടെ. ആമീൻ യാ അർഹമർ റഹീമീൻ. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഉസ്താദ് അവർക്ക് പല തിരക്കുമുണ്ടെങ്കിലും ഉസ്താദിന്റെ കരങ്ങളാൽ നമുക്ക് ശിലാന്യാസം ഉണ്ടാകണം, തറക്കല്ല് ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അവറുകൾ വന്നു, അതിന് എല്ലാ നേതൃത്വം നൽകി. ഉസ്താദ് അവറുകൾക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ സാദാത്യങ്ങൾ, എന്റെ ദർസിന്റെ വന്നരായ ഉസ്താദ് അഹമ്മദ് ഉസ്താദ്, അതുപോലെ തന്നെ നമ്മളെ സയ്യിദന്മാർ, നേതാക്കൾ, സുള്ളയിൽ നിന്നും അതുപോലെ സൂര്യഞ്ചയിൽ നിന്നും അതുപോലെ തന്നെ ബിക്കോട് നാട്ടിൽ നിന്നും അതുപോലെ ശകലസ്പുറ തുടങ്ങിയ ആച്ചങ്കി എല്ലാ പ്രദേശങ്ങളും, ചിക്കമംഗളൂർ, നമ്മൾ ബാബ ഹാജി അടക്കമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ പിന്നീട് ബോർവില്ല് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സുബ്ഹാനല്ലാഹ് കൊക്കട ഇസ്മായിൽ ഹാജി അദ്ദേഹം ഏറ്റെടുത്ത് നല്ല ബോർവില്ല് തന്നിട്ടുണ്ട്. ഇനി അതിന് വേണ്ട വ്യവസ്ഥകൾ ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ബറക്കത്തും സന്തോഷത്തിലും അല്ലാഹു ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു, ഇൻഷാ അല്ലാഹ് വലിയൊരു പദ്ധതിയാണ്. ആ ബിൽഡിംഗ് നോക്കി, നിങ്ങൾ ആ ബിൽഡിംഗ് നോക്കി, ഇൻഷാ അല്ലാഹ് ഒരു 4.5 കോടിയോളം വേണം. എന്ത് ചെയ്യും? ഒന്നുമില്ല, സീറോയിലാണ്. പക്ഷേ ഞാൻ ഒരു 2-3 ദിവസം 2 ആളുകളെ ബന്ധപ്പെട്ടു. ആ 2 ആളുകൾ പറഞ്ഞു, ഞങ്ങളെ പേരുകൾ പറഞ്ഞുകൂടാ, പേരുകൾ പറയണ്ട, ആ ബിൽഡിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ 2 ആൾക്ക് ദുആർന്ന മതി, ആഫിയത്തിന് വേണ്ടി, ദീർഘായുസ്സിന് വേണ്ടി ദുആർന്നാൽ മതി. 26 ലക്ഷം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 26 ലക്ഷം ഏറ്റെടുത്തിട്ടുണ്ട്. പേരും പ്രസക്തിക്ക് വേണ്ടിയിട്ടല്ല, അല്ലാഹുവിന്റെ വജ്ഹിനെ കരുതി ഉസ്താദും അതുപോലെ മറ്റുള്ള സാദാത്യങ്ങൾ ദുആ ഇറക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബോർവില്ല് നൽകിയതായ ഇസ്മായിൽ ഹാജി, അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ ഭാര്യ മറിയം ഹജ്ജുമ്മയുടെ പേരിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജാരിയായ സ്വതഖയിൽ പെടുത്തട്ടെ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മ മരിച്ച സമയത്തിൽ സുബ്ഹാനല്ലാഹ് സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഫഅയ്യു സദഖതി അഫ്ളു യാ റസൂലല്ലാഹ്, ഏതു സദഖയാണ് അഫ്ളൽ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ മാ, വെള്ളമെന്നാണ്. ആ സമയത്തിലാണ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഫഹഫറ ബീറ, കിണർ കുഴിക്കുകയാണ്. എന്നിട്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാദിഹി ലി ഉമ്മി സഅദ്, ഇത് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മക്ക് വേണ്ടിയിട്ടാണ്, ഉമ്മക്ക് കുടിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, നമുക്കറിയാം. പിന്നെന്താണ്? ഉമ്മന്റെ പേര് മറ്റുള്ളവർക്ക് സദഖ കൊടുക്കുകയാണ്. ഇസ്മായിൽ ഹാജി അങ്ങനെ ചെയ്യുകയാണ്. പ്രത്യേകമായി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഈ പ്രത്യേകമായി 26 ലക്ഷം നൽകിയ
നൽകിയതായിരിക്കുന്ന രണ്ട് വ്യക്തികൾ അള്ളാഹു സ്വർഗം നൽകണേ അല്ലാഹ്, അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആരോടും പറയണ്ട, ഉസ്താദുകളോട് ഫോണിലൂടെ സംസാരിപ്പിച്ചിട്ടുണ്ട്, ആരോടും പേര് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അവർക്കത് ഇഷ്ടമില്ല. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകൾ അൽഹംദുലില്ലാഹ് 20ഓളം ലക്ഷങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ കമ്മിറ്റി ഭാരവാഹികൾ, പുതിയ മദീനത്തുൽ ഉലൂം എഡ്യൂക്കേഷൻ കമ്മിറ്റി എഡ്യൂക്കേഷൻ സെന്ററിന്റെ ആ ഭാരവാഹികൾ ഒരുപാട് ലക്ഷങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 2 മാസമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് 50 കുട്ടികൾക്ക് താമസിക്കാനുള്ള എല്ലാ കഴിവും ഉണ്ടാകണം. അതുകൊണ്ട് വിക്കോടും അതുപോലെ സകലസ്വരവും അതുപോലെ തന്നെ ഹാസന ജില്ലയിലുള്ള നേതാക്കൾ, പ്രവർത്തകന്മാർ, ഇവിടെ എത്തിയതായിരിക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളെ സഹായമാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സഹായിക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗം നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഇൻഷാ അല്ലാഹ് നമ്മോട് നസീഹത്ത് പറയാനും ഉപദേശം നൽകാനും ദുആ നടത്താനും അതുപോലെ തന്നെ നിങ്ങളോട് ഉസ്താദ് വർകൾ ആവശ്യപ്പെടുമ്പോൾ എന്റെ പകൽ 1 ലക്ഷം ഇല്ലെങ്കിൽ 50,000 ഒരു 2 ലക്ഷം എന്ന് ഏറ്റെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കി ഉസ്താദ് വർക്കും അതുപോലെ ഇവിടെ എത്തിയതായ സയ്യിദന്മാർ എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും സ്വാഗതങ്ങളും നന്ദികളും രേഖപ്പെടുത്തി ശൈഖുനാ ഉസ്താദ് വർകളെ നസീഹത്ത് പറയാൻ വേണ്ടിയും ദുആരക്കാൻ വേണ്ടി വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.